മരിക്കാൻ പോകുന്ന ഒരാൾ കാണുന്ന കാഴ്ചകളും അനുഭവങ്ങളും, ഇതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അൽഹംദുലില്ലാഹ് ഖാലിഖിൽ അനാം വറാസിഖിൽ അവ്വാം വഖാസിമുൽ അഖ്സാം അസ്സലാത്തു വസ്സലാമു അലൻ നബിയിൽ ഇമാം വഅലാ ആലിഹിൽ ബററത്തിൽ കിറാം വഅഫ്ദലി തഹിയ്യതി വസ്സലാം. മരിക്കുമ്പോൾ ഒരു വ്യക്തി അദ്ദേഹം കാണുന്ന കാഴ്ചകൾ, അനുഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നോക്കൂ, ഈ കാര്യങ്ങൾ ഒരിക്കലും നിഷേധിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടല്ല ഒരു മയ്യത്തിനിങ്ങനെ കൊണ്ടുപോകുമ്പോൾ മയ്യത്ത് ആ കൊണ്ടുപോകുന്നവരോട് പറയുന്നൊരു വാക്കിനെ കുറിച്ച് മുത്തായ റസൂൽ പറയുന്നത് ഇങ്ങനെയാണ്: ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്നാണ്. വേഗം കൊണ്ടുപോകൂ, എന്നെ വേഗം കൊണ്ടുപോകൂ. എന്തുകൊണ്ട് മയ്യത്ത് വേഗം കൊണ്ടുപോകുമെന്ന് പറയുന്നു? ആ മയ്യത്ത് കൃത്യമായി കണ്ടിരിക്കുന്നു, അനുഭവിച്ചിരിക്കുന്നു. ഞാൻ അനുഭവിക്കാൻ പോകുന്നത് പരമ ആനന്ദമാണ്. ആ ആനന്ദം ഞാൻ അനുഭവിക്കാൻ എത്രയും പെട്ടെന്ന് എന്നെ കൊണ്ടുപോകണേ എന്നാണ്. അതുപോലെ മോശമായ മയ്യത്ത് പറയുന്നൊരു വാക്ക് ഐന തദ്ഹബൂന, അല്ലേ എൻ്റെ നാശമേ, നിങ്ങൾ എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്? ആ മയ്യത്ത് കൃത്യമായി കണ്ടിരിക്കുന്നു, അനുഭവിച്ചിരിക്കുന്നു. എനിക്ക് വരാൻ പോകുന്നത് വലിയ നാശമാണ്. ലഹരിക്കടിമയായ, മാതാപിതാക്കളെ വേദനിപ്പിച്ച, പലിശക്ക് പണം കൊടുത്തവർ, അനാവശ്യമായ റീൽസ് കണ്ട് അന്യസ്ത്രീകളെ കണ്ട് ജീവിച്ചവർ, ഇങ്ങനെ മോശമായി മരണപ്പെടുന്ന ആ വ്യക്തി പറയുന്നത് എന്നെ കൊണ്ടുപോകല്ലേ, എൻ്റെ നാശമേ എന്ന് കരയുന്നവർ. ഒരു മയ്യത്തിൻ്റെ റൂഹ് പിടിക്കാൻ വരുന്ന സമയത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്: ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികത്ത് അല്ലാ തഖാഫൂന വലാ തഹ്സനൂൻ. ഇത് മലക്ക് പറയുന്ന വാക്കാണ്. മരിക്കുന്ന ആളോട് പറയുക, സ്ഥിരമായി നിന്നാൾ, ജീവിതം മെച്ചപ്പെടുത്തിയ ആൾ, അല്ലാ തഖാഫു വലാ തഹ്സനൂൻ, സങ്കടപ്പെടണ്ട, വിഷമിക്കണ്ട, ഭയപ്പെടണ്ട, ഒന്നും പേടിക്കണ്ട എന്ന് മലക്ക് പറയുമ്പോൾ ആ മയ്യത്ത് അനുഭവിക്കുന്ന അനുഭവം വല്ലാത്ത ആനന്ദമാണ്. ഇങ്ങനെ വല്ലാത്ത പ്രകാശം ആ മയ്യത്ത് കാണുന്നുണ്ട്. ശബ്ദങ്ങളിങ്ങനെ അകലുകയാണ്. ജീവിതത്തിൻ്റെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ മയ്യത്തിന് ഓർമ്മ വരും. അല്ലദീന തതവഫാഹുമുൽ മലായികത്തു ത്വയ്യിബീന, നല്ല മയ്യത്ത് അല്ലേ? ആ മയ്യത്തിൻ്റെ ഒരവസ്ഥ വല്ലാത്ത മനോഹരമായ ഒരു രംഗമായിരിക്കും. ആശ്വസിപ്പിക്കാൻ, സമാധാനപ്പെടുത്താൻ അത് കൂട്ടങ്ങളായ മലക്കുകളാണ്. ഒരു മോശപ്പെട്ട ആളുടെ മയ്യത്ത് മരണം വല്ലാത്ത വേദന. ഇപ്പം മലക്കുകൾ വരുമ്പോൾ ഇറങ്ങടാ പുറത്തുനിന്ന് പറഞ്ഞ് റൂഹിനെ അടിച്ചും പിടിച്ചിട്ടാണ് പുറത്തേക്ക് എടുക്കുന്നത്. വല്ലാത്ത ഭയാനകമായ കാഴ്ചയാണ്. ആ മയ്യത്തിൻ്റെ റൂഹിനെ പുറത്തേക്കെടുക്കുമ്പോൾ ആ റൂഹ് വല്ലാണ്ട് വേദനിപ്പിക്കും. ആ റൂഹ് കൃത്യമായി ആ സമയത്ത് തൻ്റെ ഇഹലോകം ജീവിതത്തിൻ്റെ കണക്ഷൻ വിട്ട് പരലോകത്തിലേക്ക് കണക്റ്റാകുമ്പോഴേക്ക് കൃത്യമായ അനുഭവങ്ങൾ, കൃത്യമായ ആ വേദനകൾ എല്ലാം കൃത്യമായി കാണും. തൻ്റെ ജീവിതത്തിൽ അഹങ്കാരത്തോടു കൂടി നടന്നു, മറ്റുള്ളവരെ വേദനിപ്പിച്ച്, മറ്റുള്ളവരെ ഗീബത്തും നമീമത്തും പറഞ്ഞ്, പരദൂഷണം പറഞ്ഞ്, പരിശുദ്ധ റമദാൻ വന്നിട്ട് പോലും നോക്കി, നമുക്ക് കടന്നു വരാൻ പോകുന്നത് റമദാനാണ്. റമദാൻ നമ്മിലേക്ക് കടന്നു വന്നിട്ട് പോലും റമദാൻ്റെ പരിഗണിക്കാതെ ആ സമയത്ത് പോലും ഗീബത്ത് നമീമത്ത്, നായ പട്ടിനിരുന്നതുപോലെ പട്ടിനിരുന്നു കുടുംബക്കാരെയും നാട്ടുകാരെയും പരസ്പരം തെറ്റിപ്പിക്കുന്ന, ഭിന്നിപ്പിക്കുന്ന വാക്കുകൾ നമീമത്തുമായി പറഞ്ഞു നടക്കുന്നവർ അല്ലേ? മുൻകർ നക്കീർ അലൈഹിസ്സലാമിൻ്റെ ചോദ്യം ഖബറിൽ, ആ ചോദിക്കുമ്പോൾ നോക്കൂ, വീട്ടിൽ നിന്ന് പ്രിയപ്പെട്ട ഭർത്താവ് മരണപ്പെട്ടു പോവുകയാണ് അല്ലേ? കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ടുള്ളൂ, എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല, അതുകൊണ്ട് എൻ്റെ ഭർത്താവിനെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഭാര്യയുടെ അരികിൽ ആ ഭർത്താവിനെ വിട്ടേക്കുമോ?
എൻ്റെ പ്രിയപ്പെട്ട മോൻ എൻ്റെ കരലിൻ്റെ കഷ്ണമാണ്, എൻ്റെ എല്ലാമാണ്, എൻ്റെ മോനെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകാതിരിക്കുമോ? എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, എൻ്റെ ഉമ്മയാണ് എനിക്കെല്ലാം, എൻ്റെ ഉമ്മയെ വിട്ടിട്ടുള്ളൊരു ജീവിതം അത് ഓർക്കാനോ എന്നെക്കൊണ്ട് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ഉമ്മയെ വെറുതെ വിടുമോ? ഒറ്റപ്പെടൂലേ? നാം എത്ര സ്നേഹിച്ചോ അവരൊന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ലല്ലോ, ഒറ്റക്കാണ്, എല്ലാം അനുഭവിക്കേണ്ടി വരും. ഇതൊക്കെ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ ശാസ്ത്രലോകം പോലും പറയുന്ന ഓരോ വാക്കുകൾ അത്ഭുതപ്പെടുത്തുകയാണ്. മരണം സംഭവിക്കുമ്പോൾ അല്ലേ, ശാന്തത അല്ലെങ്കിൽ ഭയം ആ മയ്യത്തുണ്ടാകും. ശാന്തമായ മയ്യത്ത് രക്ഷപ്പെടും. ഭയമാണ് ആ മയ്യത്തിൻ്റെ പരലോക ജീവിതം വളരെ പരിതാപകരമായിരിക്കും. ഈ ചെറിയ ജീവിതം എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ല അനുഭവങ്ങളും നല്ല കാഴ്ചകൾ കണ്ട് മരിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അള്ളാഹു ഈ തന്ന അവസരം നാം മുതലെടുക്കണം. നല്ല അനുഭവങ്ങളും നല്ല കാഴ്ചകളും മരിക്കുന്ന നേരം നമുക്ക് അനുഭവിക്കാൻ സാധിച്ചാൽ നാം വിജയിച്ചു. റൂഹ് പിടിക്കുമ്പോഴേക്ക് മോശമായ അനുഭവമാണ്, മോശമായ മലക്കുകളുടെ കാഴ്ചയാണ് നമ്മുടെ കണ്ണിൽ നാം കാണുകയാണെങ്കിൽ തീർച്ചയായും പിന്നെ നമ്മുടെ കാര്യം പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. നമ്മുടെ കൂടെ നിന്നവർ അല്ലേ, റീൽസ് എടുത്തും പലതും കോമാളിത്തരം കാണിക്കുമ്പോൾ നമ്മെ ലൈക്കടിച്ചവർ അല്ലേ, നമ്മെ സപ്പോർട്ട് ചെയ്തവർ, അവരൊന്നും നമ്മുടെ ഖബറിനരികിൽ വരില്ലല്ലേ. എത്ര ആൾ മരണപ്പെട്ടെന്നറിയോ? നല്ല ലൈക്കൊക്കെ വാങ്ങിയവർ, ഒന്നിങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഒന്ന് സെൽഫി എടുക്കാൻ വേണ്ടി ഓടി നടന്നവർ, ഇന്നവരുടെ ഖബറിനരികിൽ ഒന്ന് പോകണം. ഒറ്റക്കാണ്, ആരുമില്ല ഇവിടെ, ആരുമില്ല. ലൈക്കടിച്ചവരില്ല, കൂടെ സപ്പോർട്ട് ചെയ്യുന്നവർ, കട്ട സപ്പോർട്ട് ചെയ്തവരാരുമില്ല. ഒറ്റയ്ക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എന്തായിരുന്നു അവരുടെ ജീവിത സ്ഥിതിഗതികൾ? ഇതേ ഒരവസ്ഥ നമുക്കും വരാൻ പോവുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നല്ല അനുഭവങ്ങൾ പെട്ടെന്ന് വാപ്പറങ്ങി പോകുമ്പോൾ നാം സന്തോഷിക്കണം. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഒരു മയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് മറമാടണം. ഒരാൾ മരിച്ചാൽ, കാരണം ഒരു നല്ല മനുഷ്യൻ മരിച്ചാൽ അയാൾക്ക് കിട്ടുന്ന സുഖങ്ങൾ, അനുഗ്രഹങ്ങൾ അയാൾ പെട്ടെന്ന് അനുഭവിക്കട്ടെ, അതിനുവേണ്ടി പെട്ടെന്ന് മറമാടണം. അതേസമയം ഒരു മോശപ്പെട്ട ആളുടെ മയ്യത്ത് പെട്ടെന്ന് മറമാടണം. കാരണം എന്തേ? അദ്ദേഹത്തിൻ്റെ ആ ഷർറ്, ആ ഭാരം അതൊന്ന് നീങ്ങിക്കിട്ടട്ടെ, ഈ ഭൂമിയിൽ നിന്ന്, തൻ്റെ ചുമരിൽ നിന്ന് നീങ്ങിക്കിട്ടട്ടെ. അപ്പോൾ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി മറമാടണമെന്നാണ് മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. മരിക്കുന്ന നേരം അല്ലേ, മൻ ഖാന ആഖിറു കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ സ്വർഗം ഉറപ്പാണ് എന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. മരിക്കുന്ന നേരം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കുന്ന മുത്തഖീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.